നീ എൻ സ്വന്തം ഭാഗം 112. അദ്ദേഹം ഒരു നല്ല ഡോക്ടറാണ്. അദ്ദേഹത്തിലൂടെയാണ് അവളുടെ മനസ്സിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ അത് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മകളെ തിരിച്ചു കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എല്ലാത്തിനും തടസ്സമായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം മൂലകാരണമായിട്ട് നിന്നത് അവളുടെ അമ്മയാണ്. ആ സ്ത്രീയുടെ പകയും പ്രതികാരവും വാശി ദേഷ്യം എല്ലാമാണ്. അതാണ് നമ്മുടെ ഇടയിൽ നിന്നും ദക്ഷയെ അകറ്റിയത്. നിനക്ക് നിന്റെ പെണ്ണിനെ നഷ്ടപ്പെടാനുള്ള കാരണവും വിശ്വം പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവർക്കും ശ്രീകുട്ടിയോടും അവളുടെ അമ്മയോടും വല്ലാത്ത ദേഷ്യവും പകയുമാണ് തോന്നിയത്. മോളെ, ശ്രീകുട്ടി നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ അതിന് കുറെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ശ്രീകുട്ടിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അമ്മയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. എന്താ അമ്മേ, എന്താ ശ്രീദേവി പറഞ്ഞത്? അവൾ ചോദിച്ചു. എന്താണെന്നോ? നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ. എന്താ അമ്മേ, കാര്യം പറയ്, അവൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അതോ ശ്രീദേവ്, നിന്റെ ഹെൽത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. അതും നിന്റെ അച്ഛൻ തന്നെ നൽകുന്നതായിരിക്കണമെന്ന്. എന്ത്? അച്ഛൻ തന്നെ നൽകുന്നതോ? അതെ, നിന്റെ അച്ഛൻ തന്നെ തരുന്ന സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഇപ്പോ അങ്ങനെ? അവന് സംശയം വല്ലതും തോന്നിയിട്ടായിരിക്കുമോ? അവൾ ചോദിച്ചു. അറിയില്ല, ഇപ്പൊ ബാനു വിളിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ്. പിന്നെ എന്തെങ്കിലും പറഞ്ഞോ വേറെ പ്രത്യേകിച്ച്? പിന്നെ ഒന്നും പറഞ്ഞില്ല. അവന്റെ കണ്ടീഷൻ ഇതാണ്. ഞാൻ ചോദിച്ചു വേറെ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് തന്നാൽ മതിയോ എന്ന്. പക്ഷേ പറ്റില്ല, നിന്റെ അച്ഛൻ തന്നെ ചെയ്യണമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ബാനു പറഞ്ഞു. അല്പസമയം ശ്രീകുട്ടി മിണ്ടാതെ ഇരുന്നതിന് ശേഷം അമ്മ ഒന്ന് ശ്രീദേവിനെ വിളിച്ചു നോക്ക്. അവൾ പറഞ്ഞതും അവളുടെ അമ്മ അപ്പോൾ തന്നെ ശ്രീദേവിന്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. ശ്രീദേവ് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ വർക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. ഫോണിലെ നമ്പർ പോലും നോക്കാതെ അവൻ ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഹലോ ശ്രീദേവ്, ഞാൻ ശ്രീകുട്ടിയുടെ അമ്മയാണ്. അപ്പുറത്ത് നിന്ന് പറഞ്ഞത് കേട്ടതും അവൻ ഫോണിലേക്ക് നോക്കി. പറഞ്ഞോളൂ ആൻറ്റി, അവൻ പറഞ്ഞു. അത് മോൾക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയാൽ കുറച്ചുകൂടി പെട്ടെന്ന് റിക്കവർ ആവും. അവളുടെ മനസ്സും ശരീരവും എല്ലാം ശാന്തമായി കഴിഞ്ഞാൽ, ഹാപ്പി ആയി കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് ഇപ്പോൾ കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും റിക്കവർ ആവും എന്നാണ് പറയുന്നത്. നല്ല കാര്യമാണല്ലോ ആൻറ്റി, എന്നോട് പറഞ്ഞിരുന്നു ബാനു, ശ്രീദേവ് പറഞ്ഞു. ഓ, അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട്, ശ്രീകുട്ടി മനസ്സിലോർത്തു. അവൾ വിചാരിച്ചത് ബാനു പറഞ്ഞതായിരിക്കും എന്നാണ്. പക്ഷേ ശ്രീദേവ്, ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ എന്ന് അനുവാദം ചോദിക്കാനാണ്. ഇഷ്ടമുള്ള സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പല സ്ഥലങ്ങളും പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു തെളിച്ചം കണ്ടില്ല. പക്ഷേ അവസാനം അവൾ നിന്ന സ്ഥലം ശ്രീദേവിൻ്റെ തറവാടാണല്ലോ എന്ന് കരുതി ഞാൻ ചോദിച്ചപ്പോൾ അവൾക്ക് ഒത്തിരി താല്പര്യമുണ്ടെന്ന് അവളുടെ കണ്ണുകളിലെ സന്തോഷത്തിൽ നിന്നും എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. കുറച്ച് ദിവസത്തേക്ക് മതി, അവൾ പെട്ടെന്ന് റിക്കവർ ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവളെ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാലോ. എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ മോള് ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. വളരെ സങ്കടത്തോടെ അവർ പറയുന്നത് കേട്ടതും, ആൻറ്റി, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശ്രീകുട്ടി ഇങ്ങോട്ട് പോന്നോട്ടെ, കുഴപ്പമില്ല. ഇവിടെ വെച്ച് സംഭവിച്ച ഒരു അപകടം അല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് തന്നെ മാറുകയാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇപ്പോഴത്തെ ശ്രീകുട്ടിയുടെ ഹെൽത്ത് എങ്ങനെയാണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് ദക്ഷയുടെ കൈകൊണ്ട് ഉണ്ടായ ഒരു അപകടമല്ലേ? അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവളെ പഴയ പോലെ ശ്രീകുട്ടിയായി മാറ്റാനും എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പ്രശസ്തനായ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാനാണ്. അദ്ദേഹം നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രീകുട്ടിയെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീകുട്ടി റിക്കവർ ആവും, എനിക്ക് ഉറപ്പാണ്. അത്രയും ബ്രില്യൻ്റായ കഴിവുള്ള ഒരു ഡോക്ടറാണ്, ശ്രീദേവ് പറഞ്ഞു. ശ്രീദേവ് അത് പറഞ്ഞതും മറുഭാഗത്ത് നിന്ന് കേട്ട ശ്രീകുട്ടിയും അമ്മയും പരസ്പരം നോക്കി. അത് ഇപ്പോൾ കാണുന്ന ഡോക്ടർ കുഴപ്പമില്ല, എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്, നല്ല ഡോക്ടറാണ്.
ഒരുപാട് പേര് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഭേദമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പെട്ടെന്ന് ഒരാളെ മാറ്റാൻ അത് വേണ്ട ശ്രീദേവ്. ഇപ്പോൾ കാണിക്കുന്ന ഡോക്ടർ തന്നെ മതി. അത് എല്ലാ കാര്യങ്ങളും അവളുടെ അറിയാലോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നത്. ശ്രീദേവിന് അത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. ആൻറ്റി, ബുദ്ധിമുട്ടായിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ദക്ഷയുടെ കൈകൊണ്ടുണ്ടായ അപകടമല്ലേ, അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാമെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ശ്രീദേവ് കയ്യിലെ ലാപ്ടോപ്പ് മാറ്റി വെച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ? ഓക്കെ ആൻറ്റി, എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഞങ്ങൾ എന്തെങ്കിലും സഹായം വേണോ? ശ്രീദേവ് ചോദിച്ചു. വേണ്ട, ഞങ്ങൾ വന്നോളാം അങ്ങോട്ട്. ഞാൻ ഇവിടെ നിന്നും വണ്ടി അറേഞ്ച് ചെയ്തോളാം. അത് ശ്രീകുട്ടിക്ക് ബുദ്ധിമുട്ടാവില്ലേ ഇത്രയും ദൂരം ട്രാവലിംഗ്? അതും ഇങ്ങനെ സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ, ഇപ്പോഴും കിടന്നല്ലേ? ആ അതെ, പക്ഷേ ചാരി ഇരുത്തിയ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഓ, അത്രയ്ക്ക് മാറ്റമൊക്കെ വന്നിട്ടുണ്ടോ? എന്നാൽ ഓക്കെ ആൻറ്റി, നിങ്ങൾ പോരൂ. വരുന്ന ദിവസം ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി. ഭാനുവിനെയോ സാരംഗിയെയോ ആരെങ്കിലും വിളിച്ചറിയിച്ചോളൂ. ഞാൻ എൻ്റെ പുതിയ മൂവിയുടെ ഷൂട്ടുമായിട്ട് അല്പം തിരക്കിലാണ്. കുറച്ച് കഴിയും ഞാനിങ്ങോട്ട് എത്താൻ, അവൻ പറഞ്ഞു. അപ്പോൾ ശ്രീദേവ് ഉണ്ടാവില്ലേ അവിടെ? ശ്രീകുട്ടിയുടെ അമ്മ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല ആൻറ്റി, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പുതിയ മൂവീസിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ ഞാൻ നാളെ തന്നെ പോകും, ശ്രീദേവ് പറഞ്ഞു. അതിന് പേടിക്കണ്ട, ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടാവും. വിശ്വം, പിന്നെ റോയ്, ശങ്കർ, ഭാനു, സാരംഗി, ശ്രാവണി, പിന്നെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ എന്നാൽ പിന്നെ വരുന്ന കാര്യം അറിയിക്ക്. ഓക്കെ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ദക്ഷ അവിടെയില്ലേ? ദക്ഷയുടെ കാര്യം ശ്രീദേവ് പറയാതെയായതും ശ്രീകുട്ടിയും അമ്മയും പരസ്പരം ചോദിച്ചു. അറിയില്ല, അവൻ മനഃപൂർവ്വം പറയാതിരുന്നതാണോ ഇനി? പക്ഷേ അതിനിടയ്ക്ക് എൻ്റെ ദക്ഷ എന്ന് പറഞ്ഞത് അമ്മ കേട്ടില്ലേ? ശ്രീകുട്ടി ചോദിച്ചു. കേട്ടു. അപ്പോൾ അവനിപ്പോഴും അവളോടൊരു ഇഷ്ടമുണ്ടല്ലേ? അറിയില്ല, അതിനാദ്യം അവൾ അവിടെ ഉണ്ടോയെന്ന് അറിയണ്ടേ? ഒരു കാര്യം ചെയ്, അമ്മ ഭാനുവിനെ ഒന്ന് വിളിക്ക്, ശ്രീകുട്ടി പറഞ്ഞതും. എന്താ അവളോട് ചോദിക്കേണ്ടത്? അല്ല, ശ്രീദേവി ഇങ്ങനെ വരുന്ന കാര്യം പറഞ്ഞല്ലോ, എന്നാ എത്തേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കേ, അവൾ പറഞ്ഞു. അപ്പോൾ തന്നെ അവളുടെ അമ്മ ഭാനുവിനെ വിളിച്ചു. കുറേ പ്രാവശ്യം റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല. ദേ, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? മറുഭാഗത്ത് ഭാനു ചോദിക്കുന്നുണ്ട് എല്ലാവരോടും. ഇപ്പോൾ എടുക്കണ്ട, ഇപ്പോൾ ശ്രീദേവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ റിയാക്ഷനാണ്. ഇവിടെ ഇപ്പോൾ ദക്ഷ ഉണ്ടോ എന്ന് അറിയണം. അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് അമ്മയും മകളും. അത് ശരിയല്ലേ? അവരിവിടെ വരുമ്പോൾ അറിയില്ലേ ദക്ഷ ഇവിടെ ഇല്ല എന്ന്? അറിയരുത്, ദക്ഷ ഇവിടെ ഇല്ല എന്ന് അറിയരുത്. അതെങ്ങനെ സാധിക്കും? അവൾ മാത്രമേ തളർന്നു കിടക്കുന്നതായിട്ട് അഭിനയിക്കുന്നുള്ളൂ. അവളുടെ അമ്മ ഓടി നടക്കുകയാണ്. അവർ ദക്ഷയെ കാണുന്ന പറഞ്ഞ് അന്വേഷണം നടന്നാൽ നമ്മൾ എന്ത് പറയും? അവള് ഒരു മുറിയിലാണെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് പറഞ്ഞ, അവൾക്ക് കാണുമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ചെന്നാൽ? അതുകൊണ്ട് അതൊന്നും നടക്കില്ല, സാരംഗി പറഞ്ഞു. അതിനല്ലേ ശ്രീദേവ് നാളെ ഷൂട്ടിനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞത്? അതെ, ദക്ഷയും ശ്രീദേവിൻ്റെ ഒപ്പം പോയി. അപ്പോൾ അവർ തമ്മിൽ പ്രശ്നമില്ല എന്നാണോ അറിയിക്കാൻ ശ്രമിക്കേണ്ടത്? അതെ, ദക്ഷയും ശ്രീദേവും തമ്മിൽ ഇപ്പോഴും കുഴപ്പമില്ല എന്നറിയിക്കണം. എന്നാലല്ലേ അമ്മയും മകളും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കൂ. ഓ, മനസ്സിലായി. അവര് വീണ്ടും ദക്ഷയും ശ്രീദേവിനെയും തമ്മിൽ അടുപ്പിക്കണം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ, അത് ഞങ്ങൾ ചെയ്യാം. പക്ഷേ ശ്രീദേവ് ഇവിടെ ഇല്ലെങ്കിൽ എത്രത്തോളം അത് വർക്കൗട്ട് ആവും? ദക്ഷയും വേണ്ടേ? അതൊക്കെ നടക്കും. അവരാദ്യം ഇങ്ങോട്ട് വരട്ടെ. നീ ഇനി വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം. എന്നാണ് വരുന്നത് എന്ന് ചോദിക്കണം, കേട്ടല്ലോ? റോയ് പറഞ്ഞു. അല്ല, ശരിക്കും ശ്രീദേവ് സാറ് ഷൂട്ടിന് പോവാണോ? അതെ, പുതിയ മൂവി സ്റ്റാർട്ട് ചെയ്യാണ്. അവൻ ആദ്യം കമ്മിറ്റ് ചെയ്യാതിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ അവൻ അതെടുത്തു. എന്തായാലും അവനൊന്ന് മാറി നിൽക്കട്ടെ, അവൻ്റെ മനസ്സും ഒന്ന് ശരിയാവട്ടെ. അതും ശരിയാണ്. എവിടെയാണ് ഷൂട്ട്? എറണാകുളത്താണ്. അപ്പോൾ നമുക്ക് ശ്രീദേവ് സാറ് പോയതിന് ശേഷം അവളെ ഇങ്ങോട്ട് കയറ്റാം, അല്ലേ? അതെ, നിങ്ങൾ കൂട്ടുകാർ കട്ടയ്ക്ക് നിന്നോളണം അവളുടെ ഒപ്പം.
അവളെ നമുക്ക് എഴുന്നേൽപ്പിച്ച് നടത്തണ്ടേ, എത്രയും പെട്ടെന്ന്? പിന്നെ വേണം, എഴുന്നേൽപ്പിച്ച് നടത്താന്ന് പറഞ്ഞാ അത് ഒന്നൊന്നര എഴുന്നേൽപ്പിക്കലായിരിക്കണം. അന്ന് അവൾ വീണ ആ മലയിൽ അവളെ എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ബാനു പറഞ്ഞു. അപ്പോൾ നീ ശരിക്കും ഇനി അവളെ തള്ളിയിടാൻ പോവാണോ? വിശ്വൻ ചോദിച്ചു. വേണ്ടി വന്നാ അതും ഞാൻ ചെയ്യും. എൻ്റെ ദക്ഷ, ഞങ്ങളുടെ ദക്ഷ അനുഭവിച്ച ആ വിഷമങ്ങൾക്ക് അതൊന്നും ചെയ്താൽ പോരാ. അവളെ ഒരു കുഞ്ഞു ജീവൻ പോലും വേണ്ട ബാനു. ഇനി അതിനെപ്പറ്റി പറയണ്ട, നമുക്കത് മറക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരാൾ നമുക്കിടയിലേക്കൊന്നും കടന്നു വന്നിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ മതി. പറയാൻ എളുപ്പമാണ്, പക്ഷേ അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളുടെയൊക്കെ നെഞ്ച് നീറാണ്. അതെയോ, നിങ്ങളുടെ നെഞ്ച് നീറുന്നുണ്ടോ? അപ്പം അത് അനുഭവിച്ച അവളുടെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ശങ്കർ ചോദിച്ചതും എല്ലാവരും അവനെ നോക്കി. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, കുറ്റപ്പെടുത്താൻ എനിക്കും യോഗ്യതയില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയതാണത്, ശങ്കർ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവ് അങ്ങോട്ട് വന്നു. ഞാൻ നാളെ ഷൂട്ടിന് പോവാണ്, അവൾ എപ്പോൾ വേണമെങ്കിലും വരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെയും ദക്ഷയുടെയും റൂമിൽ ദക്ഷയുടേതായ എല്ലാ സാധനങ്ങളും വേണം. അവിടെ ഞാനും ദക്ഷയും ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള തെളിവുകളും വെക്കണം. ദക്ഷ ഇവിടെ നിന്ന് പോയത് ഒരു കാരണവശാലും അവൾ അറിയരുത്, കേട്ടല്ലോ? അത് ഞങ്ങൾ നോക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞാനും ദക്ഷയും തമ്മിൽ വിവാഹം ഇപ്പോഴും ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കിടയിലേക്ക് പുതിയൊരാൾ വരുന്നു. ആ സന്തോഷത്തിലാണ് ഞാനും ദക്ഷയും. അതവൾ അറിയണം, അറിയിക്കണം അവളെ. അപ്പോൾ അവളുടെ മുഖഭാവങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം. അവൾ എങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത്? തളർന്നു കിടക്കുന്ന ആളല്ലേ? അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അവളെ മാക്സിമം പ്രവോക്ക് ചെയ്യണം. അവൾക്ക് താങ്ങാൻ പറ്റാതെ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ ശ്രമിക്കും. അതാണ് ആദ്യം വേണ്ടത്, കേട്ടല്ലോ? ശ്രീദേവ് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അവളെ ഇവിടെ നിന്ന് ഞങ്ങൾ പുകച്ച് ഓടിക്കും. ഇങ്ങോട്ട് കിടന്നു വന്നവൾ അങ്ങോട്ട് ഓടുന്നത് കാണിച്ചു തരാം ഞങ്ങൾ, ബാനു പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ വൈകുന്നേരത്തോടു കൂടി ഇറങ്ങും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ വർക്ക് എറണാകുളത്താണ്. പിന്നെ മുത്തശ്ശനെ ഒന്ന് സഹായിക്കണം. ഇനിയും മുത്തശ്ശനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം. ഈ ഒരു മൂവി കൂടി കഴിയുന്നത് വരെ എൻ്റെ ഒപ്പം നിന്നേ പറ്റൂ നിങ്ങളെല്ലാവരും. അതിനുശേഷം ഞാൻ പഴയതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളിലേക്കും എല്ലാം ഇറങ്ങിക്കോളാം. അതുവരെ മുത്തശ്ശനോട് അതൊന്ന് നോക്കാൻ പറയണം. എന്നാലും ഹെവി ആയിട്ടുള്ള പ്രഷറൊന്നും മുത്തശ്ശന് കൊടുക്കാൻ നിൽക്കണ്ട. തീരെ നിങ്ങൾക്ക് പറ്റുന്നില്ല, തീരെ മുത്തശ്ശന് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചോളൂ. ഒന്നും നോക്കണ്ട, ഞാൻ എത്തിക്കൊള്ളാം, ശ്രീദേവ് പറഞ്ഞു. എന്നാൽ പിന്നെ നിനക്ക് തന്നെ അത് നോക്കിയാൽ പോരെ? മുത്തശ്ശന് ഇനിയും പ്രഷർ കൊടുക്കണോ? ഞങ്ങളെല്ലാവരും കൂടെ നിന്നോളാം, റോയ് പറഞ്ഞു. ഇല്ല, ഈ വർക്ക് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കിത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ചിലപ്പോൾ അത്രയും പറഞ്ഞ് അവൻ നിർത്തി. എന്താടാ ഒരു ചിലപ്പോൾ? അത് വേണ്ട, വന്നിട്ടറിഞ്ഞാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അവിടെ നിന്ന് താഴേക്ക് പോയി. താഴെ ചെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുത്തശ്ശനോട് കുറച്ച് നാളുകൂടി അതെല്ലാം ഒന്ന് നോക്കി നടത്താൻ അവൻ പറഞ്ഞു. ഞാൻ നോക്കിക്കൊള്ളാം, നീ ടെൻഷൻ അടിക്കണ്ട. പോയ കാര്യങ്ങൾ ഭംഗിയായിട്ട് വരൂ. നീ ഇപ്പോൾ പോകുന്നത് ഈ ഒരു സിനിമയുടെ വർക്കിന് വേണ്ടി മാത്രമല്ല എന്ന് എന്തോ എൻ്റെ മനസ്സിലൊരു തോന്നൽ. നിൻ്റെ ഈ കണ്ണുകളിൽ ഒരു തെളിച്ചം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, മുത്തശ്ശൻ അവനെ ചേർത്ത് പിടിക്കുമ്പോൾ പറഞ്ഞതും അവൻ മുത്തശ്ശനിൽ നിന്നും അടർന്നു മാറി മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നെ ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് മുത്തശ്ശൻ മാത്രമാണ്. പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം, അവൻ പറഞ്ഞു. പോയിട്ട് വാടാ, പോയി വിജയിച്ചിട്ട് വാടാ മോനെ, മുത്തശ്ശൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ശ്രീദേവ് അവിടെ നിന്നും യാത്ര തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ ശ്രീകുട്ടിയുടെ അമ്മയുടെ കോള് ബാനുവിന് വന്നു. അവരവിടെ നിന്നും ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞായിരുന്നു കോള്. അതിനെന്താ ആൻറ്റി, ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീദേവും ദക്ഷയും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് നോക്കാൻ പോകുന്നത്. പിന്നെ അവള് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ, ബാനു പറഞ്ഞു. അപ്പോൾ ശ്രീദേവും ദക്ഷയും പോയോ? പോയി, ഇന്നലെയാണ് അവർ പോയത്. ശ്രീദേവിൻ്റെ പുതിയ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പോയതാണ്.
ഈ ശ്രീദേവിന് എപ്പോൾ പോയാലും എത്ര ഷൂട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞാലും പോകുന്നിടത്തെല്ലാം അവളെയും കൊണ്ടുപോകും. ഇല്ലെങ്കിലേ ഒരു സമാധാനവും ഇല്ലെന്നാ പറയുന്നത്. പിന്നെ മറ്റൊരു വിശേഷം കൂടിയുണ്ട്. അതെന്തായാലും നിങ്ങൾ ഇവിടെ വരുമ്പോൾ പറയാം, ഭാനു പറഞ്ഞു. അതെന്താണ്? അത് പറയാന്ന് പറഞ്ഞില്ലേ, അതിവിടെ എത്ത്. അത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ശ്രീകുട്ടിയായിരിക്കും, ഭാനു പറഞ്ഞു. എന്നാ ഞങ്ങൾ ഇറങ്ങാണ്, വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയുടെ അമ്മ ഫോൺ വെച്ചതും ശ്രീകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ മോളെ അത്ര സന്തോഷമുള്ളൊരു കാര്യം? അറിയില്ല, എന്തായാലും അവിടെ ചെല്ലട്ടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാണ് ശ്രീകുട്ടി കാറിലേക്ക് കയറിയത്. മോളെ, അപ്പോൾ ആ വണ്ടി എൻ്റെ അമ്മ അവിടെ എങ്ങാനും എത്താറാവുമ്പോൾ കിടന്നു പോയാൽ പോരെ? എനിക്ക് ഇങ്ങനെ കിടന്നു പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല, ഞാനിങ്ങനെ ഇരുന്നോളാം, അവൾ പറഞ്ഞു. പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാമല്ലേ? പിന്നെ ഉറപ്പായിട്ടും ഇഷ്ടമുള്ളതെല്ലാം കഴിക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, തളർന്ന് കിടക്കുന്നതല്ലേ. വല്ല ജ്യൂസോ കുറുക്കൊക്കെ ആയിരിക്കില്ലേ തരുന്നത്. അത് ശരിയാ, എന്നാലും മോൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ അമ്മ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കാം കേട്ടോ. എത്തിക്കണം, അല്ലാതെ എനിക്ക് പറ്റില്ല കേട്ടോ അമ്മ. ഓ അറിയാലോ അമ്മയ്ക്ക് മോളെ എന്ന് പറഞ്ഞ് അവർ അവളുടെ തലയിൽ ഒന്ന് തലോടി. എന്നാ പോകാം. അമ്മയല്ലേ ഡ്രൈവ് ചെയ്യുന്നത്? ആ അതെ. എന്നാ പിന്നെ ഞാൻ കോഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാല്ലേ? ആ കയറിക്കോ. അവിടെ എത്തുമ്പോഴേക്കും വണ്ടി പുറകിൽ വരുന്നുണ്ട്, അതിലേക്ക് മോള് കിടന്നാൽ മതി. അതിലെ ഡ്രൈവറെ ഞാൻ ഈ കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതല്ലേ നല്ലത്? അത് മതി അമ്മ. അവിടെ നിന്നും അവർ യാത്ര തിരിക്കുമ്പോൾ തന്നെ ശ്രീദേവിനെ വിളിച്ച് ശ്രീകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ഇറങ്ങിയിട്ടുണ്ട് അമ്മയും മകളും. കാറിലാണ് വരുന്നത്. പുറകെ മറ്റൊരു വണ്ടി കൂടിയുണ്ട്. അത് അവിടെ എത്തുമ്പോഴായിരിക്കും അതിലേക്ക് അവൾ ഷിഫ്റ്റ് ആവുന്നത്. ശരി അങ്കിൾ, താങ്ക് യു കൂടെ നിന്നതിന്, ഞങ്ങളെ ചതിക്കാതിരുന്നതിന്. അങ്കിൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റില്ലായിരിക്കും. കാര്യങ്ങൾ അറിഞ്ഞേനെ, പക്ഷെ ഇത്രയും പെട്ടെന്ന് പറ്റില്ലായിരുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് അങ്കിൾ എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ ശ്രീദേവ് വിശ്വത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇറങ്ങിയിട്ടുണ്ട് അമ്മയും മകളും. ഓക്കേടാ, ഇവിടെ സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്, വിശ്വവും പറഞ്ഞു. എല്ലാവരും അവരെ കാത്തിരിക്കുകയാണ് ആ വീട്ടിലേക്ക്. തങ്ങളുടെ കുടുംബത്തിലെ സന്തോഷങ്ങളെല്ലാം തല്ലി തകർത്ത അവളുടെ വരവിനായി ആ വീട് ഒരുങ്ങിയിരിക്കുകയാണ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.